ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് കശ്മീരിൻ്റെ ദാൽ ലേക്കിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് പോകാം. ഇന്ന് പുലർച്ചെ തന്നെ ഞങ്ങൾ 3 പേരും റെഡിയായി റൂമിൽ നിന്നിറങ്ങി താഴെ ഒരു ഓട്ടോ ടാക്സി പിടിച്ചിട്ട് നേരെ ദാൽ ലേക്കിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരും രാവിലെ ഇറങ്ങുവാണ്. അപ്പോൾ ഇന്ന് കശ്മീരിൽ സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. എല്ലാം ട്രാവലേഴ്സിൻ്റെ വണ്ടികളാണ്. എല്ലാവരും ശരിക്കും റൂമിൽ നിന്ന് എഴുന്നേറ്റൊക്കെ വരുന്നൊരു സമയമാണ് കേട്ടോ. ഞങ്ങൾ പുലർച്ചെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ദാൽ ലേക്കിൻ്റെ അടിപൊളി കാഴ്ചകളിലേക്ക് പോകാം. ഒരിക്കൽ കൂടി കാശ്മീർ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവിടുത്തെ ഒരു ബ്യൂട്ടിയുടെ ഏറ്റവും മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് എന്നുള്ളത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ കാശ്മീരിന് ഒരു തണുപ്പിൽ എല്ലാവരും പൊതിച്ച് മുടികിടന്ന് ഉറങ്ങുമ്പോണ്ടല്ലോ, പുലർച്ചെ തന്നെ ഞങ്ങൾ ബോട്ട് റൈഡ് എടുക്കാൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു തടാകത്തിൽ വേറെ ഒരുപാട് ബോട്ടുകളൊന്നുമില്ല. മീൻസ് ഓടുന്ന ബോട്ട് ഇന്ന് ഫസ്റ്റ് ഞങ്ങളായിരിക്കാം ഇവിടുത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത്. ഹായ്, വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ ശിക്കാര റൈഡിലാണുള്ളത്. കാശ്മീരിലെ ദാൽ ലേക്കിലാണുള്ളത്. ഞങ്ങൾക്കിപ്പോൾ ചാർജ് വന്നിട്ടുള്ളത് 1200 ആണ് നമുക്ക് ചാർജ് വന്നിട്ടുള്ളത്. 1 hour ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഫുള്ള് കറങ്ങി വരാമെന്ന് പറയുന്നുണ്ട്. എന്നാലും ഞങ്ങൾ കയറി. രാവിലെ മോർണിംഗ് വൈബിൽ അടിപൊളി സെറ്റപ്പാണ്. നല്ലൊരു അടിപൊളി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹിമാലയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അടിപൊളി വൈബാണ് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അറൗണ്ട് 4 അടുത്ത് തണുപ്പ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പോകുമ്പോഴുള്ള കാഴ്ചകൾ, ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റു കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. തടാകത്തിൻ്റെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ നമ്മളെ ശരിക്കും എല്ലാവരെയും കൊതിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. കാണാൻ ഇത്ര മനോഹരമായിട്ടുള്ളത്, ശാന്തസുന്ദരമായി കിടക്കുന്ന ഈ ഒരു തടാകം തന്നെയാണ്. ശരിക്കും നല്ല തണുപ്പാണ് കേട്ടോ അവിടെ. ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് 4 ഡിഗ്രി അടുത്താണ് ഇവിടുത്തെ ഒരു തണുപ്പ് ഇപ്പോൾ കറൻ്റ് ഉള്ളത്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 10,000 അല്ലെങ്കിൽ അതിന് മുകളിൽ ഒരുപാട് ബോട്ടുകളാണ്. അതും വെറൈറ്റി കളറുകളുള്ള, എല്ലാം മഞ്ഞ, പച്ച, ചുവപ്പ്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻറ്റ് കളറുകളൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ള ബോട്ടുകളാണ് കേട്ടോ. ഭയങ്കര അട്രാക്ഷനാണ് നമുക്കത് കണ്ടിരിക്കാൻ തന്നെ. നമ്മൾ ശിക്കാര ബോട്ടുമായിട്ട് തടാകത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് കച്ചവടക്കാർ അവരുടെ കുഞ്ഞു വള്ളങ്ങളിൽ ഒരുപാട് പ്രൊഡക്റ്റുകളായിട്ട്, ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് വുഡൻ പ്രൊഡക്റ്റുകൾ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുമായിട്ട് നമ്മളെ സമീപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ വുഡൻ സാധനങ്ങളായിട്ട് കാശ്മീരി ട്രഡീഷണൽ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെയാണ്. ഇതെല്ലാം കൊണ്ടും നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. അവിടെ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടല്ലോ. എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു കാം സെറ്റപ്പാണ്. തീർച്ചയായിട്ടും നമ്മൾ ദാലിൽ കാശ്മീർ വരുവാണെങ്കിൽ കാശ്മീരിൻ്റെ ഹാർട്ട് എന്ന് പറയാം ദാൽ. അതുപോലെ തന്നെ അത്രയും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഭയങ്കര ഒരു ആംബിയൻസ് ആണ് ശരിക്കും. എങ്ങനെയാണെന്നത് പറയേണ്ടത് എനിക്ക് മനസ്സിലാവില്ല. നേരിട്ട് തീർച്ചയായിട്ടും ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. മാലകൾ കണ്ട 100 രൂപയുടെ മാലകളെ കൊണ്ടുവരുന്നുണ്ട് കണ്ടോ. രാവിലെ നമ്മുടെ കണ്ണുള്ള എടുത്തിട്ട് തന്നെ അതിൻ്റെ പുറകിൽ ഓരോരോ കച്ചവടക്കാരും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ സമയം മാക്സിമം നല്ല രീതിയിൽ പോസ്റ്റ് ഇടാൻ ചാൻസ് ഉണ്ട്. ഇത് സഫ്രോൺ ടീ ആണ് കേട്ടോ. നല്ല റേറ്റ്. കിतना പൈസ? 50. ഓക്കെ. കണ്ടോ, അതിനകത്ത് കുറേ ബദാമും സഫ്രോണൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. കണ്ടോ, ഇവിടെ കീ ചെയിൻ ഐറ്റംസ് അങ്ങനെ അടുത്ത സാമ്പിളെല്ലാം ഉണ്ട്. ഇപ്പോൾ മുമ്പോട്ട് പോകുന്തോറും എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. വള്ളത്തിൻ്റെ മോഡലാണ് ഇവിടുത്തെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ആ വള്ളം നോക്കി, അടിപൊളി സെറ്റപ്പാണ്. ശരിക്കും ടൂറിസം പക്കയായിട്ട് ഇവിടെ കാശ്മീരിൽ ഓപ്പൺ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് ശിക്കാര ബോട്ടുകളായിരിക്കും. അതിനകത്ത വണ്ടികൾ തന്നെ നമ്മുടെ ഹോട്ടൽസിന്, റിസോർട്ടിന് എല്ലാം ഫ്രണ്ടിൽ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നൊരു നമ്മൾ വന്ന വഴിയെല്ലാം കംപ്ലീറ്റ് ഹോട്ടൽസും റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ ടാക്സിക്കാരെല്ലാം പാർക്കിംഗ് ഉണ്ട്.
അപ്പോൾ അതെല്ലാം എനിക്ക് തോന്നുന്നത് ഇവിടെ വിസിറ്റേഴ്സാണ്, ടൂറിസ്റ്റേഴ്സാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ടൂറിസം ഇവിടെ സെറ്റായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോക്കി, ഹെവി ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കാശ്മീരിൻ്റെ യഥാർത്ഥ ബ്യൂട്ടി. എത്രത്തോളം ആക്യുറേറ്റ് ആണെന്നറിയില്ല, എങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രകൃതി സ്നേഹികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പക്ഷിയായ അൾട്രാ മറൈൻ ഫ്ലൈ കാച്ചർ എന്ന നെയിം അറിയപ്പെടുന്ന ഒരു പക്ഷിയാണ്. ഇത് കശ്മീരിലെ വനമേഖലകളിലാണ് കൂടുതലായും ഈ ഒരു പക്ഷി ജീവിക്കുന്നത്. ക്ലബ് മഹീന്ദ്രയുടെ ഹൗസ് ബോട്ട് ഇടാനുണ്ടോ കശ്മീരിൽ, ദാൽ ലേക്കിൽ. ഇതിനകത്ത് ഫുഡും റെസ്റ്റോറൻറ്റും അങ്ങനത്തെ സെറ്റപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. ഇതിന് ഉള്ളിലേക്ക് കുറേ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്, അത്യാവശ്യം നല്ല തണുപ്പാണ്. കൈ ഗ്ലൗസും കൂടി ഇടാത്തതുകൊണ്ട് കൈ അങ്ങോട്ട് വല്ലാണ്ട് കാണുന്നു. കുറച്ച് ലക്ഷറി ആയിട്ടൊക്കെ നമ്മുടെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫാമിലി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ്സ് എ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ക്യാമറയെയും അതിലെടുക്കുന്ന വിഷ്വൽസിനെയും അതിൻ്റെ മൂവ്മെൻറ്റ്സിനെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു രക്ഷയില്ലാത്തൊരു ഫ്രെയിമാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ വള്ളങ്ങളുടെ ഒരു ഷേപ്പാണ്. എന്തുകൊണ്ടാണ് ഇത്തരം വള്ളങ്ങളൊന്നും തന്നെ നമ്മുടെ നാട്ടിലില്ലാത്തതെന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഇത്തരം മനോഹരമായിട്ടുള്ള ഒരുപാട് തടാകങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണാധികാരികൾ ടൂറിസത്തിന് ഇങ്ങനെ ഒരു പ്രാധാന്യം കൊടുക്കാത്തത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇവിടെ ഈ ലേക്കിന് നടുവിലായി ഒരുപാട് ഹൗസ് ബോട്ടുകൾ നിരത്തിയിട്ടിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ, അതുപോലെ തുണിത്തരങ്ങൾ കച്ചവടം ചെയ്യുന്ന ഷോപ്പുകൾ, കൂടാതെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ, ആളുകൾക്ക് താമസിക്കുന്നതിനായിട്ടുള്ള നമ്മുടെ ഹൗസ് ബോട്ടിന് സമാനമായിട്ടുള്ള ഒരുപാട് സഞ്ചാരികളെ ആകർഷിക്കുന്ന ആക്ടിവിറ്റീസ് അടങ്ങുന്ന ഒരുപാട് ബോട്ടുകൾ എല്ലാം തന്നെ ഒരു സൈഡിൽ അടുക്കിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഒരുപാട് പഴക്കം ചെന്നതാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാലും കാഴ്ചയുടെ വിരുന്നൊരുക്കി കശ്മീരിൻ്റെ ദാലിലേക്ക് സഞ്ചാരികൾക്കായി കാത്തിരിക്കുന്നു. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം, കശ്മീരിലേക്ക് എത്തുന്ന ഓരോ സഞ്ചാരികളും ഇവിടെ എത്താനെടുക്കുന്ന ബുദ്ധിമുട്ടും സ്ട്രെസ്സും എല്ലാം തന്നെ ഈ ദാൽ ലേക്കിൻ്റെ സൗന്ദര്യത്തിൽ അലിഞ്ഞു ചേരും. ദാൽ ലേക്ക് മുഴുവനായി ചുറ്റിക്കറങ്ങാനായിട്ട് 1200 രൂപയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. എന്നാലും 3 പേര് വെച്ച് ഷെയർ ചെയ്യുമ്പോൾ അതൊരു വലിയ തുകയല്ല. അങ്ങനെ നോക്കുമ്പോൾ 400 രൂപയ്ക്ക് ഈ ഒരു റൈഡ് ഒരു രക്ഷയില്ലാത്ത ഓർത്ത് തന്നെയാണ്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി പറയാം. ഈ തടാകത്തിലെങ്ങും ഒരു പ്ലാസ്റ്റിക് കഷ്ണങ്ങളോ കുപ്പികളോ മറ്റു മാലിന്യങ്ങളോ ഒന്നും തന്നെ ഒഴുകി നടക്കുന്നതായി ഞങ്ങളെങ്ങും കണ്ടില്ല. കമ്പയർ ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ആലപ്പുഴയിലും കുമരകത്തും ഹൗസ് ബോട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കായലിൽ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഒരുപാട് പേരോട് വരുന്നുണ്ട്. എവിടെ ചെന്നാലും ഒന്ന് വീടില്ലെങ്കിൽ ഒരു സുഖമില്ല. ഗുൽമർഗ് ചെന്നപ്പോഴേ വീടില്ല. ഇത് കംപ്ലീറ്റ് നമ്മുടെ എനിക്ക് തോന്നുന്നു ലേഡീസ് പ്രിഫേർഡ് ഡ്രസ്സുകളാണ് കൂടുതലും വരുന്നത്. കൊള്ളാം കേട്ടോ, ഇവിടെ വന്നിട്ട് ഇതൊക്കെ വാങ്ങിച്ചില്ലെങ്കിൽ. പക്ഷേ ഇതിൻ്റെ റേറ്റ് കേൾക്കുമ്പോഴായിരിക്കും നമുക്ക് ഞെട്ടാൻ പോണത് കേട്ടോ. ഇത് രസമുണ്ടല്ലോ, ഇത്
നമ്മൾ ബോട്ടിൽ വന്നിട്ട് ഈ ഷോപ്പ് കണ്ടോണേ, ചെരുപ്പൊക്കെ ഊരിട്ട് വേണം കയറാൻ കേട്ടോ. ഇത് കംപ്ലീറ്റ് ഇതിനകത്തേക്കൊന്ന് നോക്കി, കമനീയ ശേഖരമാണ് ഗൈസ്, അടിപൊളി. നമുക്ക് ഇന്നലെ ഗുൽമർഗിൽ മിസ്സായ ഒരു സാധനം കിടപ്പുണ്ട്, അതിൻ്റെ റേറ്റ് ഇറക്കട്ടെ. ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇന്നത് വാങ്ങിക്കും ഉറപ്പാണ്. ഗുൽമർഗിൽ അത് You can sit. 120 rupees shawl. Somebody give you gift. This is for gift. 400 after 10%, 350. Look the shawl. Look both sides. രണ്ട് സൈഡാണ്. And if you like so warm, because you തുണി want കൊള്ളാം it കേട്ടോ. so hot. If you like it so warm, then this one. This is you put the eggs after 24 hours go to boil. That means it's so warm. I not put in the egg here. See, fabric you can see, you know. This is warm. This also Sunday. This for mom and everything in the family. ഓക്കെ. ക്ലൈമറ്റ് തണുത്ത ക്ലൈമറ്റ് താമസിക്കുന്നവർക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. നല്ല ചൂടുണ്ടെന്ന് For തോന്നുന്നു. quality, this is also two ring. ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. ഏകത്തിനാ പോയി Two ring, 950. 950. ആ ഒരു ഷാളിൻ്റെ വില 950 ഹെവി ആയിട്ടാണ് കേട്ടോ. പക്ഷെ അത് വില കുറവാണെന്നുള്ളൂ. അത് ഈ 120 സെയിം ആണ്. No, Yeah, those this is 400. This is going. റേറ്റ് കൂടി 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 വരുന്നുണ്ട്. This is going 700. This is also Sunday Monday. സൺഡേ ഉണ്ട്. Which price you like? We have every price. No problem because we have wholesale. ഇവിടെ ഇരിക്കുന്ന ഡ്രസ്സുകളിൽ 90% കാശ്മീരിലെ തണുപ്പിനോ അല്ലെങ്കിൽ മറ്റ് തണുപ്പുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സുകളാണ്. കൂടുതലും നമ്മുടെ ശരീരത്തെ വാമാക്കുന്ന തരത്തിലുള്ള ഡ്രസ്സുകളാണ്. കണ്ടപ്പോൾ കൊതി തോന്നി ഇത്തരത്തിലൊരു ഉടുപ്പ് ഞാനും വാങ്ങിച്ചു. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിന് പറ്റില്ലാത്തത് കൊണ്ട് വളരെ സേഫായിട്ട് നമ്മുടെ അലമാരിയിൽ അതിപ്പോഴും ഇരിപ്പുണ്ട്. അവിടെ നിന്നിറങ്ങി ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് നീങ്ങി. അപ്പോഴേക്കും കാശ്മീരി ഖാവ വന്നിട്ടുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സഫ്രോണൊക്കെ ഇട്ടിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാശ്മീരി ഖാവ. ഒരു അല്പം മാത്രമാണെങ്കിലും വില 50 രൂപയാണ്. നമ്മുടെ നാട്ടിലെ കോഫി പോലെ തന്നെ, എന്നാലും സഫ്രോണും മറ്റ് കശ്മീരി സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും ഒക്കെ ചേർത്തിട്ട് ഒരു വ്യത്യസ്തമായ രുചിയിൽ ഈ ഒരു തണുപ്പിൽ നമുക്ക് മറക്കാനാവാത്തൊരു ഓർമ്മ അത് സമ്മാനിക്കും. നാട്ടിൽ മൂന്നാറൊക്കെ പോയി തണുപ്പ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള നമുക്ക് ഇവിടുത്തെ തണുപ്പ് അത്ര പിടിക്കില്ല. കാരണം നമ്മുടെ എല്ല് തുളഞ്ഞു കയറുന്ന അത്ര തണുപ്പാണ്. അതിനനുസരിച്ചാണ് ഇവിടുത്തെ ആളുകളുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്കൊരിക്കലും സൗത്ത് ഇന്ത്യൻ ഡ്രസ്സ് വെച്ചിട്ട് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇവിടെ ദേ കണ്ടോ, നമുക്കതിലെ ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് കറങ്ങി ഇതിലെ വരാം. മീന ബസാറും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ ഇവിടെ തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ രാവിലെ സമയമായതുകൊണ്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആക്റ്റീവ് അല്ല. കാര്യം ഇവിടെ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സാധനങ്ങൾ ഓരോ വള്ളത്തിൽ കൊണ്ടുവന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി വാങ്ങിച്ചുകൊണ്ട് പോകും. ഓരോ വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് അങ്ങനെ കൈമാറി ഓരോ സാധനത്തിന് പകരം ഓരോ സാധനങ്ങൾ കൊടുത്ത് പഴയ ബാർട്ടർ സിസ്റ്റം പോലെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സെറ്റപ്പാണ്. പക്ഷേ ഇപ്പോൾ അത് ഓണല്ല. കാര്യം മാർക്കറ്റ് ഓപ്പൺ അല്ലാത്തത് കൊണ്ട് വെജിറ്റബിൾസും കാര്യങ്ങളിലൊക്കെ ഒരു ടൈം ആകുമ്പോഴാണ് അത് കൂടുതലായിട്ട് വരുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ 3-4 റൂമുകളുള്ള വലിയ ഹൗസ് ബോട്ടുകളെല്ലാം തന്നെ ഇവിടെ കൃത്യമായ ഒരു സ്ഥലത്ത് നങ്കൂരമിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതൊന്നും തന്നെ ഓടുന്നതായിട്ട് ഞങ്ങൾ കണ്ടില്ല. എന്നാൽ പകരം ഏറ്റവും കൂടുതൽ കശ്മീരി കൊതുമ്പ് വള്ളങ്ങളാണ് ഈ ഒരു ലേക്കിനെ മനോഹരമാക്കുന്നത്. അതൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്. ദാൽ ലേക്കിന് ഭംഗി കൂട്ടാനായി അങ്ങ് ദൂരെ ഹിമാലയൻ മലനിരകൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കും. എങ്ങനെയുണ്ട് ദാൽ ലേക്കിൽ എക്സ്പീരിയൻസ് ചെയ്യണം? അവൻ ജാക്കറ്റ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് അവന് തണുത്തിട്ട് രക്ഷയില്ല. ഞാൻ ഒരു ജാക്കറ്റ്, ഇതൊരു ടീഷർട്ട്, ഇതിനകത്ത് വേറൊരു ടീഷർട്ട്. പാടില്ല. അതുപോലെ തണുപ്പുണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റ്. ഇന്നലെ മഴ പെയ്താണ്ട്
നല്ല സ്നോ കിട്ടി. നല്ല മഴയാണ്. രാവിലെ വരെ നല്ല മഴയുണ്ടായി. ഇന്നലെ ഗുൽമർഗിൽ പോയപ്പോഴത്തേക്കും അവിടെ ഫുള്ള് സ്നോഫോൾ, അടിപൊളി ക്ലൈമറ്റ്, 3 ദിവസം കൂടിയിട്ട് സ്നോഫോൾ കിട്ടി. അപ്പം അത് ഭയങ്കര ലക്കായിപ്പോയി. അതിപ്പോൾ അവിടെ നിന്ന് ഷൂ എല്ലാം നനഞ്ഞ്, അപ്പം അതൊക്കെ അങ്ങനെ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി നല്ല ജാക്കറ്റൊക്കെ ഓൾറെഡി നനഞ്ഞായിരുന്നു. എന്നാലും ഇവിടെ ഉണങ്ങാൻ താമസമാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് രാവിലത്തെ തണുപ്പുകളായപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റപ്പ് തണുപ്പായി. സഞ്ചാരികളെല്ലാം തന്നെ കാശ്മീരിൽ ഉണർന്നു വരുന്ന സമയത്ത് ഞങ്ങൾ കംപ്ലീറ്റ് ഒരു റൈഡ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആ ഒരു ഗേറ്റ് ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ കാശ്മീർ സഞ്ചരിക്കാൻ വരുന്ന എല്ലാവരും ശ്രീനഗറിൽ വന്ന് റൂം എടുത്തതിന് ശേഷം ആദ്യം കാണുന്നത് ദാൽ ലേക്കാണ്. എന്നാൽ ഞങ്ങൾ നേരെ മറിച്ചാണ്. ഗുൽമർഗും മറ്റുള്ള കാശ്മീരിലെ മറ്റ് കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം അവസാനമാണ് ദാൽ ലേക്ക് കണ്ടത്. അതുകൊണ്ട് തന്നെ അതൊരു മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദാൽ ലേക്ക് ശരിക്കും ഒരു ലാസ്റ്റ് പ്രിഫറൻസ് ആക്കി വെക്കുക. അത് ഒരു അമേസിങ് എക്സ്പീരിയൻസ് തരും. കാരണം ഇവിടുത്തെ ഒരു ആ കാമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ആ ഒരു ആംബിയൻസ് നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ യാത്രയുടെ കഷ്ടപ്പാടും എല്ലാം കുറിച്ച് മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. പട്ടാളക്കാർ ഫുൾ ടൈം ഇതുണ്ട ഗണ്ണും പിടിച്ചുകൊണ്ട് എവിടെ നോക്കിയാലും മിലിറ്ററിക്കാരാണ് കേട്ടോ. ഫുൾ ടൈം അവരുടെ വാച്ചിങ്ങിലാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. ഇപ്പം നമ്മുടെ ഈ ദാൽ ലേക്കിലാണെങ്കിൽ തന്നെ മിലിറ്ററിയുടെ ബോട്ടും കാര്യങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ് മിലിറ്ററിയുടെ അണ്ടറിലാണ് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കെല്ലാം പക്ക സേഫ്റ്റി അല്ലടാ. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കെല്ലാം പക്ക സേഫ്റ്റിയാണ്. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് വരാം. കാശ്മീർ ഭയങ്കര എന്നാ പറഞ്ഞാൽ ആളുകളും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ആളുകളൊക്കെ പക്ക ഫ്രണ്ട്ലിയാണ്. കാരണം ഇപ്പോൾ ടൂറിസം ഓപ്പണായിട്ട് ഒത്തിരി ആയിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അവർക്ക് പറ്റിക്കലുണ്ട്. കാര്യം അത് എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളിലും ഉള്ള പോലെ തന്നെ ഇവിടെ ഇച്ചിരി കൂടുതലും കൂടിയാണ്. സൗത്ത് ഇന്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൂടുതലായിട്ട് വാങ്ങും. അതെല്ലാ ഫീൽഡും, ഓട്ടോ ആണെങ്കിലും ശരി, എല്ലാം അങ്ങനെ തന്നെ വാങ്ങുന്നുണ്ട്. 1 അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്റ്റ് 1 അവറാണ്. 8:11 ആയപ്പോഴാണ് കയറിയത്. പക്ഷേ കറക്റ്റ് 9 മണി, 1 മണിക്കൂർ കൊണ്ട് പുള്ളി കറക്റ്റ് ടൈം കൊണ്ട് കേട്ടോ. നമ്മൾ പക്ഷേ ആ കടയിൽ കയറിയെങ്കിലും പുള്ളി അത് അഡ്ജസ്റ്റ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് അത്രയും കടയിൽ കയറുന്ന സമയം ഇതാവും അല്ലേ, അല്ലടാ? ഷോപ്പിൽ കയറുന്ന സമയം നമുക്ക് തരുന്നില്ല. കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് തന്നെ അതിലെ ചുറ്റിക്കറക്കി കൊണ്ടുവന്നു. എന്നാലും വെള്ളം നല്ല സ്ലോയിലാണ് വന്നത് കേട്ടോ. ഗ്ലൗസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഓപ്പണായി വരുന്നുള്ളൂ. ഏതായാലും ദാൽ ലേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. കാശ്മീരിൽ വരുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഗുൽമർഗ് ആൻഡ് ദാൽ. നമ്മൾ കണ്ടത് കൊണ്ട് പെഹൽഗാമിൽ നമ്മൾ പോയില്ല. പെഹൽഗാമിൽ നമ്മൾ പോയിട്ടില്ലാത്തതുകൊണ്ട് അറിയില്ല. പെഹൽഗാം പക്ഷേ ബ്യൂട്ടിഫുൾ വാലിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. നമുക്കിപ്പം ഇനി ഇവിടുന്ന് കുറച്ച് നമുക്ക് നടന്ന കാഴ്ചകളൊക്കെ കാണാം. ഷിക്കാര ബോർഡർ എടുത്തില്ലെങ്കിൽ അത് ഒരു ഭയങ്കര നഷ്ടം തന്നെയാണ്. തീർച്ചയായിട്ടും എടുക്കണം. രസമുണ്ട് കേട്ടോ. ഞങ്ങൾ ബോട്ടിൽ ഇറക്കിയിട്ട് നേരെ വിട്ടുപോകാം, പൈസ കൊടുത്തില്ല. ആളെ തിരക്കി പുറകെ വന്നു കേട്ടോ. വേറൊന്നുമല്ല, മറന്നുപോയതാണ്. ഞങ്ങൾ ആ ഒരു ഇത് കണ്ടിട്ട് അങ്ങനെ ഒരു എക്സൈറ്റഡ് ആയിട്ടൊന്ന് പോയതാണ്. ഞാൻ വിചാരിച്ചു അവൻ പൈസ കൊടുത്തായിരിക്കും എന്നാണ് വിചാരിച്ചത്. എനിക്ക് പുള്ളി ഓടിക്കുന്നു. പുള്ളി കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഓക്കെ, ഫ്രണ്ട്ലിയാണ് കേട്ടോ. പുള്ളി ഏതായാലും 1 മണിക്കൂർ കൊണ്ട് 1200 സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതേ ഈ നിൽക്കണ ആരെന്നുണ്ടോ, നമ്മുടെ മോദിജി. ആള് ചില്ലറക്കാരനല്ല കേട്ടോ. ആള് ഇച്ചിരി പ്രശ്നമാണ്, സീനാണ്. കാര്യം ആള് വന്നതിന് ഇതായതിനു ശേഷമാണ് ഇവിടെ ഇത്രയും ടൂറിസ്റ്റുകൾ ഇത്ര ധൈര്യമായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി. ഞാനും ഒക്കെ ഇങ്ങനെ കൈയും പോക്കറ്റ് ഇട്ടിട്ട് നടക്കാനായിട്ടുള്ളൊരു കാരണം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. 2019 ടൂറിസ്റ്റുകൾ ഇത്ര ഓപ്പണായിട്ട് വരാൻ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ കാശ്മീരിലെ ദാൽ ലേക്കിലെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ വൈൻഡപ്പ് ആവാനായിട്ട് പോകുന്നു. ഞങ്ങൾ തിരിച്ച് ഇനി ശ്രീനഗറിലേക്ക്, ശ്രീനഗറിൽ നിന്ന് നേരെ ബനിഹാലിലേക്ക് പോയിട്ട് ബനിഹാലിൽ നിന്ന് ജമ്മുവിലേക്ക് പോവാണ്. എന്നിട്ട് ബാക്ക് ടു കേരള.
അപ്പോൾ നമ്മൾ പെഹൽഗാമൊക്കെ അടുത്ത തവണ എന്തായാലും വിസിറ്റ് ചെയ്യും, മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് പെഹൽഗാം. ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല എന്തായാലും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഏതായാലും അത്യാവശ്യം കാണാനുള്ളതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഗുൽമർഗ് അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതിടെ ഏറ്റവും കൂടുതൽ ഹാപ്പിയായി. പിന്നെ ദാലിലേക്ക് ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്, നമുക്ക് ഒരു വേറൊരു വൈബാണ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം ഇവിടെ രണ്ടും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വിസിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. അപ്പം അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇന്ന് ഇതൊക്കെ പാക്കപ്പ് ആവും. ഈ ഒരു വീഡിയോ നല്ല ലെങ്തി ആയിട്ടുണ്ടെന്നറിയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.